ശൈത്യം സ്ഥിതിയായിരിക്കട്ടെ. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ്മ അനേക കാര്യങ്ങൾക്ക് സുവിശേഷത്തിന്റെ ആവേശം പകരാൻ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട വിളക്കാണ്. കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തുപാടത്ത് എന്ന കുടുംബത്തിൽ 1910 ആഗസ്റ്റ് 19 അനുകുട്ടി പൂജാരിയെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ചെറുപ്പത്തിൽ തന്നെ ഒരു കന്യാസ്ത്രീയാകണമെന്ന ആഗ്രഹം വിശുദ്ധ അൽഫോൻസാമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയോട് ചെറുപ്പത്തിൽ മുതലേ വളരെ സ്നേഹവും ഭക്തിയുമായിരുന്നു. അവൾ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു വിശുദ്ധിയാകാൻ ആഗ്രഹിച്ചു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അവളെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയത്. അമ്മയുടെ വേർപാട്, പേരമ്മയുടെ വളർത്തൽ, കഠിന ശിക്ഷണം, വിവാഹം ഉറപ്പിക്കൽ, മിതിയിലെ കൊള്ളൽ, രോഗങ്ങൾ, കഷ്ടതകൾ, നീരസങ്ങൾ എല്ലാം സന്തോഷത്തോടെ സഹിച്ചു. സഹനത്തിന് കൂതാശയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം. ഈ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മ നമ്മുടെ ജീവിതത്തിലേക്ക്